പലപ്പോഴും സ്ത്രീകളും പ്രശ്നക്കാർ തന്നെയാണ്. പക്ഷെ അതിന് അങ്ങനെ അറിയുന്ന അതിന് വേണ്ടിയിട്ടും കൂടിയിട്ടുള്ള ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു സിനിമയായിട്ട് ഞാൻ ആദ്യം സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെയും കേട്ടത് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഞാൻ അതിൽ തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ്. പിന്നെ ആസിഫ് അലി ആയതുകൊണ്ട് ഈ കോടാനുകോടി ജനങ്ങളുള്ളിടത്തുനിന്ന് രണ്ടുപേര് തമ്മിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത്രയും ഗ്രഹങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ അവർക്ക് ഇഷ്ടം വന്നേ. എന്തിന് നമ്മൾ ഒരു പരിചയവും ഇല്ലാത്ത രണ്ടുപേര് തമ്മിൽ ആദ്യമായിട്ട് കണ്ട് ജീവിക്കുന്നതിലും എത്രയോ നല്ലതാ. ഒരു 4-5 കൊല്ലം അവർ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. ഇപ്പോൾ ഉള്ളതുപോലെയൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എല്ലാ ദിവസവും കിടക്കുമ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ അത് അറ്റ്ലീസ്റ്റ് കുറച്ച് ഒരു 10-20 പേജ് വായിക്കാൻ പറ്റിയാലും മതി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ആളാണെന്ന്. ഇപ്പം എന്താ കറൻ്റ്ലി അങ്ങനെ എന്തെങ്കിലും പുതിയത് ഇപ്പൊ ബുക്കുകൾ തന്നെയാണ്, പുതിയ ബുക്കുകൾ വായനയിൽ തന്നെയാണ് ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, പുതിയത് അന്വേഷിച്ച് പോകാനുള്ള നേരവും ഇല്ല അതിന്. അടുത്ത സിനിമകൾ വരികയാണ്, ഒന്നുകിൽ വീട്ടിലുള്ളത് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, ആ സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പൊ ഇനി ഏതൊക്കെയാണ് മൂവീസ് വരാനിരിക്കുന്ന മൂവീസ്? വരാൻ ഇപ്പൊ അഭിലാഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, അഭിലാഷത്തിന് നല്ല കണ്ടിട്ടില്ല, സീരിയസ്ലി മൂവി കണ്ടില്ല. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. അതിൽ തൻവിയുടെ അമ്മയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ക്യാരക്ടർ, അത്യാവശ്യം എല്ലാം നല്ല. അപ്പം നല്ല ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം കിട്ടും. ഞാൻ കണ്ടിരുന്നു കുറെ ഫീൽ ഗുഡ് മൂവി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇട്ടത്. അടുത്തത് വരുന്നത് അടുത്ത ആഴ്ച, ഡേറ്റ് എനിക്കറിയില്ല. ആഭ്യന്തര കുറ്റവാളി, ആസിഫ് അലിയുടെ അമ്മയായിട്ട്. അത് എങ്ങനെയാണ് മൂവിനെ കുറിച്ച് ബ്രീഫ് ആയിട്ടൊന്ന് പറയാൻ പറ്റുമോ? സിനിമയെ പറ്റി എനിക്കൊന്നും പറയാൻ പാടില്ലല്ലോ. അതിൽ ആസിഫ് അലിയുടെ അമ്മയായിട്ടാണ് പിന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാടാണ് ഹസ്ബൻഡായിട്ട് ചെയ്തിരിക്കണേ. ഇനി വരാൻ പോണ എല്ലാ സിനിമയിലും എല്ലാം ഭർത്താക്കന്മാരൊക്കെ വലിയ ആൾക്കാരാണ്. ചെറിയ കളികളില്ല അല്ല, ആണ് ഇനിയും. അപ്പോൾ ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ഇതിലുണ്ടെങ്കിലും, നമ്മുടെ അഭിലാഷത്തിലുണ്ടെങ്കിലും ഫുള്ളല്ല, എന്നാലും നോട്ടബിൾ ക്യാരക്ടറാണ്. ഇതിൽ ത്രൂ ഔട്ട് നല്ല ക്യാരക്ടർ. ആദ്യമായിട്ടാണ് അത്രയും വലിയൊരു നമ്മുടെ പഴയ അമ്മമാരുടെ സ്റ്റൈൽ. അങ്ങനെ സിനിമകൾ ഇപ്പോൾ വളരെ കുറവല്ലേ. ത്രൂ ഔട്ട് അമ്മയച്ഛനും മുഴുവൻ നേരവും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ആഭ്യന്തര കുറ്റവാളിയെ കുറിച്ചിട്ട് നേരത്തെ സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ അത് ഈ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള സിനിമ അങ്ങനെയാണ് സിനിമയുടെ മുഴുവൻ എത്രത്തോളം പക്ഷേ എല്ലാ നിയമങ്ങളും എപ്പോഴും സ്ത്രീകൾക്കാണ്. ഇത് നേരെ തിരിച്ചാണ്, പുരുഷന് വേണ്ടിയിട്ട് തന്നെയാണ്, പുരുഷന് വേണ്ടിയിട്ടുള്ള സിനിമയായിട്ടാണ്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. പൊതുവെ എല്ലാവരും പറഞ്ഞാണല്ലോ, ഇവിടെ നമ്മുടെ നാട്ടിൽ പുരുഷന്മാർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ള. അല്ല, എവിടെ പോയാലും എന്ത് നിയമങ്ങൾക്കും സ്ത്രീകൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ലേഡീസ് ഫസ്റ്റ്. ഇതിൽ നേരെ തിരിച്ചാണ്. ശരിക്കും അതും ആവശ്യമുള്ളൊരു കാര്യമാണ് അല്ലേ? ഈക്വലി ട്രീറ്റ് ചെയ്യണം അല്ലേ? എവിടെയാണ് റൈറ്റ്? ഇപ്പം നിയമങ്ങളിലൊന്നുമേ അതിൽ പെണ്ണാണോ പുരുഷനാണോ പ്രശ്നം ഉണ്ടാക്കിയത് അതൊന്നും അറിയുന്നില്ലല്ലോ. പലപ്പോഴും സ്ത്രീകളും പ്രശ്നക്കാർ തന്നെയാണ്. പക്ഷെ അതിന് അങ്ങനെ അറിയുന്ന അതിന് വേണ്ടിയിട്ടും കൂടിയിട്ടുള്ള ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു സിനിമയായിട്ട്. അങ്ങനെ അപ്പോൾ അതാണ് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള സിനിമ. ഞാൻ ആദ്യം സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെയും കേട്ടത് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഞാൻ അതിൽ തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ്. പുരുഷന്മാർക്ക് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ കാണാനായിട്ട്. പിന്നെ ആസിഫ് അലി ആയതുകൊണ്ട് എന്താ വെച്ചാൽ എൻ്റെ ആദ്യത്തെ സിനിമ തന്നെ ആസിഫ് അലിയുടെ അമ്മയായിട്ടാണ്. കുറേ എണ്ണത്തിന് ചിലതിലൊന്നും അമ്മയായിട്ടല്ലെങ്കിൽ കൂടി 9 സിനിമയോളം ഞാനിപ്പം ആസിഫിൻ്റെ മാത്രം കൂടെ ചെയ്തിട്ടുണ്ട്. അഡിയോസ് അമിഗോസിൽ അമ്മയാണ്, പക്ഷെ ആളില്ലല്ലോ, അതിനകത്ത് സൗണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഓരോന്നോരോന്നിലും അമ്മയായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ 9ാമത്തെ സിനിമയാണ് ചെയ്യുന്നത്. അതിൽ ഇതാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന സിനിമ. ആസിഫിക്കാരെ നമ്മൾ ഡയറക്റ്റ് കാണുമ്പോഴും എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ. എന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് വന്നത് സിനിമയിലേക്ക് എത്തി ആ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ. അതിൻ്റെ യാതൊരു ജാടയും ഒന്നുമില്ല. അതെല്ലാവരോടും ഈക്വലി മിങ്കിൾ ചെയ്യാൻ അറിയുന്നവർ നല്ല. ഇപ്പം നമ്മുടെ യങ് ആക്ടേഴ്സ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് പൊതുവെ ആസിഫിക്കയുടെ അടുത്തുനിന്ന് കണ്ടു പഠിക്കേണ്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് ആൻറ്റി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്? ഒരുവിധം എല്ലാവരും ഇപ്പം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഫഹദായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ ആണെങ്കിൽ പോലും
ആ സിംപ്ലിസിറ്റി ശരിക്കും പറഞ്ഞാൽ ആസിഫ് മറ്റുള്ളവരോട് ഇടപെടുന്നതിൻ്റെ രീതി നമ്മൾ വീഡിയോയിലാണ് കൂടുതൽ കാണുന്നത്, ഞാൻ അല്ലെങ്കിൽ ഷൂട്ടിൽ കാണുന്നു. ആ ഇതിന് ഒരുപാട് വ്യത്യാസമുണ്ട് ശരിക്കും. എന്നുവെച്ചാൽ ഒരാളോട് എത്ര അറിയാത്തവരാണെങ്കിലും വന്ന് സംസാരിക്കാൻ എടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടല്ലോ, ചിലരത് ചെയ്യാറില്ല. എനിക്കറിയുന്ന യങ്സ്റ്റേഴ്സ് എല്ലാവരും വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആൾക്കാരാണ്. ആസിഫ് അലി ഒരു പൊടി കൂടുതലാണ്, കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം ആൻറ്റിയുടെ ലൈഫിലെ ആ ഒരു കരിയറും കുറേ കാര്യങ്ങൾ നമ്മൾ ടച്ച് ചെയ്ത് പോയി. ലൈഫിൽ എപ്പോഴെങ്കിലും സ്റ്റക്കായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ഞാൻ വളരെ സ്മൂത്തായിട്ട് തന്നെ ഇതുവരെയും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. റിയാദിൽ നിന്ന് തിരിച്ച് ഇത്രയും ആൾക്കാരെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, 500 കുട്ടികളുണ്ട് എനിക്ക്. ആ സമയത്ത് എനിക്ക് എങ്ങനെ ഇത് പിന്നെ നമ്മൾ ദർശന 8th ആവുകയാണ്, ഭാവന 11th ആവുകയാണ്. അതാണ് ഒരു റൈറ്റ് ടൈം. നമ്മൾ പിന്നെ അവിടെ ഇല്ല, പിന്നെ സ്കൂളില്ല റിയാദിൽ, 10th വരെ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? കുട്ടികളെ ഒറ്റയ്ക്ക് എനിക്ക് നാട്ടിലേക്ക് വിടാൻ താല്പര്യമില്ല. അന്നൊക്കെ പിന്നെ കുട്ടികളുടെ കൂടെ എത്ര കാലം നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും എന്നറിയില്ല. അപ്പോൾ റൈറ്റ് ടൈമായിട്ട് നമുക്ക് തിരിച്ചു പോരാൻ ആലോചിക്കേണ്ട സമയമായി തുടങ്ങി. പക്ഷേ ഈ ഡാൻസ് ക്ലാസ് എങ്ങനെ നിർത്തണം എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്കതിന് ഒരു അവസരം കിട്ടി ശരിക്കും പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ച് പോരുന്നത്. 1998 ഞാനും കുട്ടികളും മാത്രം പോരുന്നത്. അത് എക്സാക്റ്റ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇനി എന്നുള്ളത് ആലോചിക്കുന്ന ഒരു സമയം. പക്ഷെ അപ്പോഴേക്കും ജ്യോതിഷം തുടങ്ങി. ഒരു ബ്രേക്കിലല്ലേ കണ്ടുപിടിക്കുന്നതിലും കൂടെ അതിങ്ങനെ അത് ജ്യോതിഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരേ പാറ്റേണിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് സിനിമ വന്നത്. ആദ്യം ഒരു സീരിയൽ വന്നു, പൊന്നമ്പിളി എന്ന് പറഞ്ഞിട്ട്. അതിനാണ് ഫസ്റ്റ് ഓഡീഷൻ. ഞാൻ ഹരി പി നായർ പറഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ ഓഡീഷന് പോണേ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഡീഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അന്ന് അപ്പം തന്നെ അതിൽ നായകൻ്റെ അമ്മയായിട്ട് കിട്ടി. അത് കഴിഞ്ഞു പിന്നത്തെ ഓഡീഷൻ ലോഞ്ച് പാഡ് നടത്തുന്ന ആമിക്ക് വേണ്ടിയിട്ടുള്ള ഓഡീഷനാണ് പോയത്. ആമി വരാൻ കുറേ സമയം എടുത്തില്ല. പക്ഷെ അപ്പോഴേക്കും എന്നെ പിന്നെ രശ്മി സതീഷ് പറഞ്ഞിട്ടാണ് തൃശ്ശൂർ പേരൂക്ലിപ്തത്തിന് ആസിഫ് അലിയുടെ അമ്മയായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ബ്രേക്ക് ടൈം ഉണ്ടായിട്ടില്ല. അല്ല, അങ്ങനെ വലിയ വലിയ മോഹങ്ങളൊന്നും എനിക്കില്ല. ഇപ്പോൾ ഉള്ളതുപോലെയൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എല്ലാ ദിവസവും കിടക്കുമ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ അത് അറ്റ്ലീസ്റ്റ് കുറച്ച് ഒരു 10-20 പേജ് വായിക്കാൻ പറ്റിയാലും മതി. ഒരു ഡ്രീം റോൾ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? കോമഡിയാണ് എൻ്റെ മനസ്സിൽ എൻ്റെ എപ്പോഴും ഉണ്ടായിരുന്നത്. കൽപ്പനയും ഉർവശിയായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു റോള് വന്നിട്ടില്ല. പിന്നെ ആവേശത്തിൽ കുറച്ചേ ഉള്ളെങ്കിലും അതിലെല്ലാവരും കണ്ടവരൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അതുപോലെ കിട്ടിയാൽ അങ്ങനെ ഒരിക്കലും കുറച്ച് സമയം ഏറ്റവും ചെറിയ വേഷം ചെയ്തത് അതിലാണ്. പക്ഷെ എല്ലാവരും ഏറ്റവും കൂടുതൽ ആളുകളും ഓർത്തിരിക്കുന്നത് ആവേശം. അപ്പോൾ 2 പെൺകുട്ടികളെ വളർത്തി അവർ രണ്ടാളും നല്ല രീതിയിൽ പോന്നു. അപ്പോൾ പേരന്റിങ്ങിലും വലിയൊരു പങ്കുണ്ടായിരിക്കുമല്ലോ. അത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ രണ്ടാളുടെ ഒരു പേരന്റിങ് രീതികൾ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം തൊട്ടേ അവർ ഭയങ്കര ഇൻഡിപെൻഡൻ്റാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അവരുടെ ഇഷ്ടത്തിനാണ് എല്ലാം ഇതുവരെയും മുൻപോട്ട് പോക്കുകയാണ്. നമ്മളൊരു സപ്പോർട്ടിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ അവർ ഞങ്ങളെ എന്താ പറയുക, ഞങ്ങൾ അവർ നോക്കിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ തിങ്കിങ് ആയാലും ഡേ ടു ഡേ കാര്യങ്ങളായാലും അവരാണ് ഞങ്ങളുടെ ഗൈഡ്. ഇപ്പോൾ വർത്തമാനം പറയുന്ന രീതികളായാലും ഓരോരുത്തരോട് ഇടപഴകുന്ന കാര്യങ്ങളായാലും ഒക്കെ ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ദർശനയൊക്കെ കൊടുക്കുന്ന ഇൻ്റർവ്യൂസ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എന്നെക്കാളും എത്രയോ മെച്ചുവേർഡ് അവള്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഇത്രയും നാൾ അവരെ സപ്പോർട്ട് ചെയ്യുകയേ ചെയ്തിട്ടുള്ളൂ. എല്ലാത്തിനും അവർ ആദ്യം തൊട്ടേ ഭയങ്കര രണ്ടുപേരും നല്ല ബോൾഡാണ്. അപ്പോൾ ഇതുവരെ അങ്ങനെ വലിയൊരു ഹെൽപ്പ് ആകെ കൂടി കോളേജൊക്കെ കഴിഞ്ഞ് IFMRൽ ജോലി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ ഒരു ദിവസം നല്ല ജോലിയായിരുന്നു ദർശനയ്ക്ക് വിളിച്ചു ചോദിച്ചു, ഞാനൊരു തിയേറ്റർ ഓഡീഷൻ ചെയ്തിട്ടുണ്ട്, അതിൽ കിട്ടി, ഞാനപ്പോൾ രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ജോലി ക്വിറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ല ജോലി ലണ്ടനിൽ നിന്ന് നേരെ വന്നിട്ട് റിസർച്ചറായിട്ട് ജോലി കയറിയതാണ് IFMRൽ. അപ്പോൾ
അതാ എൻ്റെ പണ്ടുള്ള ആഗ്രഹം അത് തന്നെയാണ്. ആർട്ട്, കല തന്നെയായിരുന്നു എൻ്റെ ഇത്. അപ്പോൾ ഇതിപ്പോൾ അവളായിട്ട് അവൾക്ക് തന്നെ തോന്നിയിട്ട് ഇങ്ങോട്ട് ചോദിക്കുക ഞാനിത് കളഞ്ഞിട്ട് ഉറപ്പായിട്ട് രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്തോളൂ. അല്ലാതെ നമ്മൾ അപ്പോൾ അവൾക്ക് അത് തോന്നിയിട്ടുണ്ടാവും, അവൾക്ക് എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. മറ്റേ ആളും അതേപോലെ തന്നെ. അപ്പോൾ അവരെ അവരുടെ വഴിക്ക് വിടുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. അതാണ് നല്ലത്. അവരുടെ ബുദ്ധി വികാസത്തിനായാലും അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായാലും എല്ലാത്തിനും നമ്മളിങ്ങനെ ബലം പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരും ടോട്ടലി ഓപ്പോസിറ്റ് ഇതിലേക്കാണ് പോവുക. അതേസമയം നമ്മളെ രണ്ടുപേരും ഡയറ്റിനും അതേപോലെ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും മാക്സിമം ഫ്രീഡം കൊടുത്തിട്ടുണ്ട് ഇതുവരെ. നിങ്ങൾ രണ്ടാളും ഒരേ ക്യാരക്ടറുള്ള ആളുകളാണെന്ന് തോന്നുന്നു. ഒരുവിധമൊക്കെ ആണല്ലേ? രണ്ടാൾക്കും ഏകദേശം ഒരേ ഇഷ്ടങ്ങളൊക്കെ അങ്ങനെയാണെങ്കിലും വഴക്കൊക്കെ അത്യാവശ്യം ഉണ്ടാക്കാറുണ്ട്. ഏത് വീട്ടിലെ വഴക്കില്ല. അത് ചെറിയ ചെറിയ വഴക്കുകൾ. അത് കഴിയുമ്പോഴാണല്ലോ വീണ്ടും സ്നേഹം വരുന്നത്. അപ്പൊ നിങ്ങൾ 4 ആളും കൂടി വീട്ടിൽ കൂടുന്ന സമയത്ത് എങ്ങനെയാണ് വീട്? ഞാനും രായട്ടനും മാത്രമാണെങ്കിൽ ശബ്ദം കൂട്ടി ബഹളം വെക്കുമെങ്കിൽ വഴക്കുണ്ടാക്കുമെങ്കിൽ ആ കുട്ടികളുണ്ടെങ്കിൽ രായിട്ട് അധികം ഇതാവില്ല, കാരണം കുട്ടികൾ മാനേജ് ചെയ്യും. അത് മാത്രമേ വ്യത്യാസം. അല്ലെങ്കിൽ 4 പേരും കൂടി ഉള്ള സമയങ്ങൾ വളരെ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ അത് കാരണം വളരെ കുറച്ച് സമയം കിട്ടാറുള്ളൂ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് 4 പേരും കൂടി. അവസാനമായിട്ട് 4 ആളും കൂടി ഒന്നിച്ച് പോയൊരു യാത്രയൊന്നുമില്ല. ഞങ്ങൾ ആ യാത്രയെ പോണില്ല. ഞങ്ങൾ മാക്സിമം ഹോളിഡേന് വരെയാ. അല്ലാണ്ട് അങ്ങനെ പണ്ടുമില്ല ഇപ്പോഴും ഇല്ല. എങ്ങനെയായിരുന്നു രണ്ടാളുടെയും വെക്കേഷൻ? നാട്ടിൽ വരും. റിയാദിൽ നിന്ന് നാട്ടിലേക്ക് വരലാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ. അമ്മയുടെ അടുത്ത് ഉണ്ടാവുക. അല്ലല്ല, ഞാൻ ട്രിവാൻഡ്രത്താണ്. അമ്മയും അച്ഛൻ്റെയും കൂടെ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അതായിരുന്നു വെക്കേഷൻ ടൈം. അപ്പൊ അവസാനമായിട്ട് അപ്പൊ എപ്പോഴാണ് നിങ്ങൾ 4 ആളും കൂടെ ഒന്നിച്ച് കൂടിയ സമയം? എപ്പോഴാ? മിനിഞ്ഞാന്നായിരുന്നു. അപ്പൊ 4 ആളും കൂടെ ഒന്നിച്ച്. അത് കിഡ്സ് ഫെസ്റ്റിവൽ നടക്കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഭാവനയുടെ അവിടെ ബാംഗ്ലൂർ ഒരു പപ്പഗോയ എന്ന് പറഞ്ഞൊരു സ്കൂളിൽ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്, തിയേറ്റർ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു 50 കുട്ടികളെ സ്റ്റേജിലേക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഹെൽപ്പ് ചെയ്യാൻ ദർശന പോയിണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിരിച്ചിവിടെയും ഭാവന ഒറ്റ ദിവസത്തേക്ക് രാവിലെ വന്നു, ഫെസ്റ്റിവൽ കഴിഞ്ഞു, ഇന്നലെ രാവിലെ തിരിച്ചും പോയി. B&D വർക്ക്ഷോപ്പ്. ആൻഡ് ഇപ്പം ദർശനയുടെ കൂടെയും സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, ചെറുത്. അപ്പൊ എങ്ങനെയാ നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ഉള്ളൊരു ഫീൽ എങ്ങനെയാ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ പാരഡൈസിൽ ശ്രീലങ്കയിലാണ് ഷൂട്ട് നടക്കണേ. അപ്പോൾ അതിലൊരു അമ്മ വേണമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് രാജീവ് രവി ആയിരുന്നല്ലോ ക്യാമറ. അപ്പോൾ രാജീവ് പറഞ്ഞു, നിൻ്റെ അമ്മ വീട്ടിലുണ്ടല്ലോ, വേഗം വിളിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് ചെയ്തത്, അത്രയേ ഉള്ളൂ. മറ്റേതിലൊന്നും നമുക്ക് കോമ്പിനേഷൻസ് ഒന്നും വരുന്നില്ല. ഈവൻ ലൊക്കേഷനിൽ പോലും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടില്ല. ജസ്റ്റ് ആ സിനിമയിലുണ്ട്, അത്രയേ ഉള്ളൂ. ഏതിലെങ്കിലും മകളായിട്ട് അമ്മയായിട്ട് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഉണ്ട്. പക്ഷെ അവർക്ക് വലിയ താല്പര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയില്ല. നമ്മൾ ഏറ്റവും ക്രിട്ടിസൈസ് ചെയ്ത് നല്ലതായാലും ചീത്തയായാലും പറയുന്നത് അവൾ തന്നെയാണ്. എന്താണ് ശരിക്കും ഡോണിൻ്റെ പടം ചെയ്തപ്പോഴായിരുന്നു എനിക്കത് ഏറ്റവും വേണ്ടി വന്നിരുന്നത്. ആ വണ്ടിയിൽ കയറി ഇറങ്ങുന്ന ഒറ്റ ഷോർട്ട് ഫിലിമാണല്ലോ അത്. ഒറ്റ ഷോട്ടിലാണല്ലോ ആ ഫിലിം തീരുന്നത്. അപ്പോൾ അതിനെ എനിക്ക് ബൈ ഹാർട്ട് പറയണം, നിർത്താൻ പറഞ്ഞു തരാൻ ആരുമില്ല, എല്ലാം നമ്മൾ തന്നെത്താൻ വേണമല്ലോ. ഡോൺ പറഞ്ഞിട്ടുണ്ട് എവിടെ നിർത്തരുത് കേട്ടോ ചേച്ചി, ഡാഷിൽ തന്നെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഡിവൈഡ് ചെയ്ത് എങ്ങനെ നമുക്കത് ഓർമ്മിക്കാം, അതൊക്കെ ദർശനം തന്നെയാണ് പറഞ്ഞു തന്നത്. കുറേ തിയേറ്റർ ചെയ്ത് പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് അവർക്കതൊക്കെ കുറേയും കൂടിയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഓൾറെഡി ആസ്ട്രോളജറാണ്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ഏതെങ്കിലും ഇൻസിഡൻസ് ഓർമ്മയുണ്ടോ? ഐ മീൻ ആരെങ്കിലും വന്ന് ഇതേപോലെ ചോദിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആളുകളുടെ ഒരു ഡൗട്ടൊക്കെ എന്തൊക്കെയായിരിക്കും? ലവ് മാരേജ് തന്നെയാണ്. അത് പക്ഷേ അമ്മമാരാണ് വരുന്നത് ഒറ്റയ്ക്ക് എങ്കിൽ അവർ പറയാൻ ചെയ്ത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് വലിച്ച് പുറത്ത് കളയാനാണ് പറയുക. ഞാൻ പറയാന്ന് വെച്ചാൽ ഒരു ജീവിതം മുഴുവനും ജീവിക്കേണ്ടത് അവരാണ്.
അവർക്ക് പരസ്പരം അറിയുമെങ്കിൽ അവർ ജീവിക്കട്ടെ, അല്ലാതെ നമ്മൾ എന്തിനാ ഇത് മാറ്റാൻ നിൽക്കണേ? നിങ്ങൾക്ക് ഉറപ്പാവണം ഈ പയ്യൻ എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഇതിൽ നോക്കിയിട്ട് നല്ല ഇത് കുഴപ്പമുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റൂ. അവർ മുന്നോട്ട് പോകാൻ പ്രശ്നമുണ്ട് അത് പറയാറുണ്ട്. എന്നിട്ടും അവർക്ക് അതുകൊണ്ടല്ല, പ്രേമമായതുകൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കുറേയാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ലവ് മാരേജ് റെഡിയാക്കാനും ഒഴിപ്പിക്കാനും ഞാൻ അതിന് നിൽക്കില്ല. ഞാൻ ഫോർ ലവ് തന്നെയാണ്. ഇതിനു മുമ്പ് ഞാൻ ഹരി പത്തനാപുരം ആളുടെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഇതേപോലെ പറയുന്നുണ്ടായിരുന്നു, എന്താ വിവാഹത്തിന് ശേഷം ഇതിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടാനുകോടി ജനങ്ങളുള്ളിടത്തുനിന്ന് രണ്ടുപേര് തമ്മിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത്രയും ഗ്രഹങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ അവർക്ക് ഇഷ്ടം വന്നേ, അല്ലെങ്കിൽ ഇവർ പറയുന്നവരല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പം ആ ഒരു സിസ്റ്റം തന്നെ ഞാനും ഫോളോ ഇതാവുന്നത്. എന്തിനാ നമ്മൾ ഒരു പരിചയവും ഇല്ലാത്ത രണ്ടുപേര് തമ്മിൽ ആദ്യമായിട്ട് കണ്ട് ജീവിക്കുന്നതിലും എത്രയോ നല്ലതാ. ഒരു 4-5 കൊല്ലം അവർ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. അവർ തമ്മിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അവർക്കറിയാലോ. എനിക്കേതാ എൻ്റെ ഇതാണ്, ഞാൻ ഒന്നിനില്ല, അച്ഛനും അമ്മയും എന്താ ആലോചിച്ചിട്ട് ചെയ്തോട്ടെ. അതിന് ഞാൻ പറയില്ല. അച്ഛനും അമ്മയും വളരെ ബുദ്ധിമുട്ടി തന്നെയാണ്, ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ട് തന്നെയാണ് മക്കളെ വളർത്തണേ. ഒളിച്ചോടാൻ ഞാൻ പറയില്ല. അത് ഞാൻ പറയില്ല. അത് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ്. മക്കളെ ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് വരുമ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന സന്തോഷം എത്രയാണ് എന്നുള്ളത് ഒരിക്കൽ മനസ്സിലായി കഴിഞ്ഞാൽ ഈ കുട്ടികളൊന്നും അങ്ങനെ ചെയ്യില്ല. ഇല്ല. അപ്പോൾ ഇനി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് പുതിയ സ്കിൽസോ അല്ലെങ്കിൽ പുതിയ ശീലങ്ങളോ പഠിക്കണം? പിന്നെ സിനിമ തന്നെ കുറേ സിനിമ പുതിയത് വരാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മറ്റേ ഞങ്ങളെ ഒരു കൊഴുക്കട്ട എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ഉണ്ട്, കണ്ടു? നല്ല രസമാണ്. അപ്പോൾ ചെറുതാണെങ്കിലും ഭയങ്കര രസമാണ്. അത് 1 million 112 സംതിങ് എന്തോ ആയി. ഞങ്ങളതിൻ്റെ ഒരു സെലിബ്രേഷൻ അടുത്ത് തന്നെ ഉണ്ടാവും. പിന്നെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ അത് വരുന്നുണ്ട്. അപ്പോൾ അതിന് കാത്തിരിക്കുകയാണ്. കോമഡി ആയിരിക്കും തോന്നുന്നു. ഒരുപാട് സിനിമകൾ വേറെ വരുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, ചിലതിൻ്റെ ഒന്നും സിനിമയ്ക്ക് പേര് വന്നിട്ടില്ല. 2 അൽത്താഫിൻ്റെ കൂടെ ഒരു പടം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. താങ്ക് യു സോ മച്ച്.